നമ്മുടെ കൈയും കണ്ണും കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായി റോബോട്ടിന് ചെയ്യാൻ പറ്റാവുന്നത്. Now with this even a younger surgeon can perform like a senior surgeon. മുമ്പ് തിങ്കിങ് ഇല്ല, കാർപ്പൻറ്റർ പോലെ നമ്മളങ്ങ് കട്ട് ചെയ്യുക. You have more information overload. You need to be able to understand that information and then deliver the cut. ചിലരുടെ എക്സ്റേ അത്രയും ബാഡ് ആയിരിക്കത്തില്ല, പക്ഷേ പേഷ്യൻറ്റിന് ഭയങ്കര പെയിൻ ആയിരിക്കും. ഐ തിങ്ക് ഫസ്റ്റ് തിങ് നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നത് ചൂട് പിടിക്കും. നീര് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ബ്ലഡ് ഫ്ലോ കുറയ്ക്കണം. That's the only best and cheapest thing to do is ice. That 92-year-old patient was fast. പുള്ളി തിയേറ്ററിൽ നിന്ന് നേരെ ഇറങ്ങി തന്നെ ബാത്റൂമിൽ പോയി. Arthritis is going to be part of aging. Movement is life. കിടപ്പായി കഴിഞ്ഞാൽ you cannot sustain. Rest night pain is arthritic pain. Generally ഇതൊരു emergency surgery അല്ല. ഇതൊരു നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റേജ്ഡ് ആയിട്ട് ചെയ്യുന്ന സർജറിയാണ്. ലോട്ട് ഓഫ് നീ പെയിൻ ഇസ് ബിക്കോസ് ഓഫ് മസിൽ സ്റ്റിഫ്നെസ്. Tall people and hamstrings എപ്പോഴും ടൈറ്റാണ്. Genuinely I believe mobility and stretching is something we're not doing in Kerala. എല്ലാവരും ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ പോയി they are doing that for you. Something that you need to do every single day on your own. It's like a habit. എല്ലാവരും ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓട്സ് നോട്ട് ഗുഡ്. ചുമ്മാ ഇങ്ങനെ ഓട്സ് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാവരും മുട്ട കഴിക്കില്ലെന്ന് പറയുന്നത്. മുട്ട ഇസ് എ ഗ്രേറ്റ് സോഴ്സ്, എ കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മുട്ടുവേദന പ്രായമായവരുടെ മാത്രം പ്രശ്നമല്ല. മുട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യകൾ ഓർത്തോപീഡിയക് ചികിത്സയെ എങ്ങനെ മാറ്റുന്നു എന്നതിനെക്കുറിച്ചും ഡോക്ടർ ജോർജ് ജേക്കബ് ആണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ നീ റീപ്ലേസ്മെന്റ് രംഗത്ത് ഒരുപാട് സാങ്കേതികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് റോബോട്ടിക് സർജറി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ റോബോട്ടിക് ടെക്നോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ തന്നെ നമ്മൾ നോക്കുമ്പം ആരും ഇപ്പം റോഡിൽ ചോദിച്ചല്ല ഇപ്പം പോകുന്നത്. എല്ലാവരും ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഈവൻ ചെറിയൊരു ഡിസ്റ്റൻസ് ആരെങ്കിലും പോലും നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത്. സെയിം വേ ഈ സർജറി 40-50 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സർജറിയാണ്. അന്ന് മാനുവൽ ഇൻസ്ട്രുമെൻസും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഹ്യൂമൻ സ്കില്ലും കൊണ്ടാണ് ചെയ്തത്. ഒരു കാർപ്പൻറ്റർ വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ ആക്യുറേറ്റും ബെറ്റർ ആയിട്ട് വരുന്നത്. എന്നാലും അവർക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ സ്ലോലി നമുക്ക് ഈ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസും റോബോട്ടിക് പ്രൊസിഷനും കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കൈയും കണ്ണും കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായി റോബോട്ടിന് ചെയ്യാൻ പറ്റാവുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സർജറി ചെയ്യുന്നതിന് മുമ്പ്. രണ്ടാമത് നമ്മൾ ഈ സർജറി ചെയ്യുമ്പം നമുക്ക് പ്രിസിഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റും, മുമ്പ് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് 60-70-year-old സർജൻസ് 50 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർ അത്രയും നാൾ അവരുടെ സ്കില്ലും അവരുടെ ആ ഒരു ടെക്നീക്ക് അവരിങ്ങനെ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളൊരു ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പം പണ്ടത്തെ ഡ്രൈവേഴ്സിനൊക്കെ ഓടിച്ച് ഒരു സ്ഥലത്ത് പറയാൻ അവർക്ക് ഓടിച്ചു പോകാൻ പറ്റും. അത്ര സമയം എടുക്കുമെന്ന് അവർക്ക് പറയാൻ പറ്റും. ഏത് വഴിയാണ് നല്ലത് അവർക്ക് പറയാൻ പറ്റും. ബട്ട് നമ്മളിപ്പോൾ ആ റോഡിൽ പോകുമ്പം നമുക്കിപ്പം അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആപ്പ് എടുത്ത് വെച്ച് നോക്കാൻ പറ്റും. സോ യങ്ങർ സർജൻസ് അല്ലെങ്കിൽ ഇച്ചിരൂടെ ആക്യുറസിയും കൊണ്ട് വേണ്ടിയ സർജൻസിന് ഇപ്പോൾ റോബോട്ട് വയ്ക്കാൻ പറ്റും. സോ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റി, എറേഴ്സ് കുറയ്ക്കാൻ പറ്റി, പ്രോബ്ലംസ് മിസ്റ്റേക്സ് റിഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ഡെഫിനറ്റ്ലി ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ ഞാനൊരു സീനിയർ സർജൻ നല്ലതായിട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. ബിക്കോസ് അവർ അത്രയും വർഷങ്ങൾ എടുത്തിട്ട് അവർ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് നൗ വിത്ത് ദിസ് ഈവൻ എ യങ്ങർ സർജൻ ക്യാൻ പെർഫോം ലൈക്ക് എ സീനിയർ സർജൻ ആൻഡ് ദാറ്റ്സ് വാട്ട് വി വാണ്ട് ഫോർ ദ കമ്മ്യൂണിറ്റി. എല്ലാവർക്കും നല്ല ഒരു സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫാക്ടറി സർജറി കൊടുക്കാമെങ്കിൽ നമുക്ക് വേണ്ടിയത്. ഇപ്പം അങ്ങനെ പറയുമ്പോൾ വേറൊരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. ഇപ്പം ഈ റോബോട്ട് വന്നു കഴിയുമ്പോൾ സർജന്റെ റോള് കുറയുമോ? സർജന്റെ റോള് കുറഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാൻ സീനിയർ സർജനോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പം സഡൻലി അവർക്ക് ആക്ച്വലി ഒരു ചലഞ്ചിങ് ഫീലിംഗ് ആണ്. ബിക്കോസ് റോബോട്ട് സഡൻലി കുറെ ഇൻഫർമേഷൻ തരുന്നുണ്ട്. സഡൻലി നമുക്ക് മനസ്സിലായി എല്ലാ മുട്ടും ഓരോ മുട്ട് പോലെ അല്ല. എല്ലാവരുടെയും മുട്ടിന് വേറെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരുടെയും മുട്ട് വേറെ സൈസാണ്, എല്ലാവരുടെയും മുട്ട് വേറെ റൊട്ടേഷനിലും വേറെ അലൈൻമെന്റിലായിരിക്കുന്നത്. അപ്പോൾ റോബോട്ടിന് ഇതെല്ലാം നമ്മളോട് പറയാൻ പറ്റും. അതിനനുസരിച്ച് സർജൻ ഹാസ് ടു തിങ്ക്. മുമ്പ് തിങ്കിങ് ഇല്ല, കാർപ്പൻറ്റർ പോലെ നമ്മളങ്ങ് കട്ട് ചെയ്യുക. ബട്ട് നൗ ദ സർജൻ ഹാസ് ടു തിങ്ക് എ ബിറ്റ് മോർ. എത്ര കട്ട് ചെയ്യണം, ഏത് റൊട്ടേഷനിൽ വെക്കണം, എത്ര ഡിഗ്രിയിൽ വേണം, ഇത് ഇൻവേർഡ്സോ ഔട്ട്വേർഡ്സ്. നമ്മൾ കൊറോണൽ പ്ലെയിൻ നമ്മൾ പറയും, ബട്ട് ഇൻവേർഡ്സോ ഔട്ട്വേർഡ്സ് വി പ്ലാൻ ദി എൻറ്റയർ സർജറി. ഒത്തിരി ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഇറ്റ്സ് ലൈക്ക് എൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്. എൻ്റെ ഒരു സീനിയർ സർജൻ എപ്പോഴും പറയുമായിരുന്നു, എക്സൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് വെച്ചാൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി റോങ്. എക്സൽ ഇസ് പെർഫെക്റ്റ്. ബട്ട് നമ്മൾ അതിനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് കൊടുത്താൽ തെറ്റായ ആൻസർ തരാൻ പറ്റുന്നുള്ളൂ. സെയിം വിത്ത് ദ റോബോട്ട്സ്. സർജൻ ഇസ് 110% very much involved
ആ ഒരു നല്ലൊരു സർജിക്കൽ പ്ലാൻ ഇല്ലാതെ യു കനോട്ട് ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. ഈ റോബോട്ടിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പം സഡൻലി ദ സർജൻ ഇസ് ഏബിൾ ടു ഡു മോർ ദെൻ ബിഫോർ. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിഫോർ നമുക്ക് കാണാൻ പറ്റാത്ത പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പം നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. സോ യു ഹാവ് മോർ ഇൻഫർമേഷൻ ഓവർലോഡ്. You need to be able to understand that information and then deliver the cut. That was not there before. There's no feel. It's numbers, it's objective, standard. Just like Google Map tells you, usually it's pretty good. So the same way, the robot says, if you do this, this is what you're going to get. When you decide how ഏത് വഴി എടുക്കാൻ പോകുന്നത്, എത്ര സ്പീഡിൽ ഓടിക്കാൻ പോകുന്നത്, all of those things up to me. So of course there's value in the robot, but it's still very much a surgeon driven approach. എല്ലാവർക്കും ഈ പറഞ്ഞ knee replacement surgery ആവശ്യമാണോ? Absolutely not. Knee replacement surgery ചില സിംറ്റംസ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കിയിട്ട് വേണം ചെയ്യാൻ, അവരുടെ ഫിറ്റ്നസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ പേഷ്യൻസിനെ വേണം ട്രീറ്റ് ചെയ്യാൻ. എക്സ്റേ നോക്കിയിട്ട് ഈ മുട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ചിലരുടെ എക്സ്റേ അത്രയും ബാഡ് ആയിരിക്കത്തില്ല, പക്ഷേ പേഷ്യൻറ്റിന് ഭയങ്കര പെയിൻ ആയിരിക്കും. എന്നിട്ട് അവർക്ക് ആ നൈറ്റ് ആർത്രറ്റിക് പെയിൻ വന്നുകൊണ്ടിരിക്കും. അവർക്കത് ചിലപ്പം അത്യാവശ്യമായിരിക്കും. ബട്ട് ചില പേഷ്യൻസിന് എക്സ്റേ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ദേ വാക്കിംഗ് സെയിം വേ. രണ്ടുപേരോട് ഒരു സെയിം ന്യൂസ് പറഞ്ഞാൽ രണ്ടുപേരുടെ റിയാക്ഷൻ ഇസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. രണ്ടുപേരും സെയിം പെയിൻ ഒരു സ്റ്റിമുലസ് കൊടുത്താൽ രണ്ടുപേരുടെ പെയിൻ ത്രെഷോൾഡ് ഇസ് ഡിഫറെൻറ്റ്. സോ ദ സെയിം വിത്ത് ആർത്രൈറ്റിസ്, ദ സെയിം വിത്ത് ഈ മുട്ടിലെ ഡിഫോമിറ്റീസ്, ഡിപ്പെൻസ്. സോ എല്ലാവർക്കും നീ റീപ്ലേസ്മെന്റ് എങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെയൊന്നും ഇല്ല. ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റ്. അവർക്ക് എന്തോ വേണ്ടി, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തോ അവരുടെ കയ്യിൽ നിന്ന് പോയത് അവർക്കത് തിരിച്ചു വേണമെങ്കിൽ you can consider, but absolutely you have to be very careful how you pick your knee replacement. ഇപ്പോൾ ഈ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുമ്പോൾ അതിന് ശേഷമുള്ള ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം ഉണ്ട്? അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? എങ്ങനെയായിരിക്കണം ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു See, any surgery there is an infection rate. There is an acceptable infection rate, and WHO says it's somewhere between 1.5 and 2% is an acceptable rate. Evada poyalum, there's no surgeon in the world that has not had an infection. Avara infection illa, enikku iduvare oru infection pattitilla ennu paranjal kalathra. It is there. However, there are things that you can do ഈ ഇൻഫെക്ഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട്. ദ തിയേറ്റർ ദാറ്റ് യു യൂസ്, ദ ടൈപ്പ് ഓഫ് ഡിസ്പോസിബിൾസ് ദാറ്റ് യു യൂസ്, സ്റ്റെറിലൈസേഷൻ പ്രോട്ടോകോൾസ്, ഒരു ദിവസം എത്ര സർജറി. നമ്മൾ ഒരു വണ്ടി നമ്മൾ കൂടുതൽ ഓടിച്ചാൽ, നമ്മളൊരു പൈലറ്റിന് നമ്മൾ കൂടുതൽ ഫ്ലൈയിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ദേ മേക്ക് മോർ മിസ്റ്റേക്സ്. ഓൾറൈറ്റ്. സോ ഇൻ എ ഡേ യു ഡോണ്ട് വാണ്ട് ടു ബി ഡൂയിങ് 8 and 10 and 15 knee replacements. അത് ആക്ച്വലി റിസ്കിയാണ്. ബിക്കോസ് അത്രയും പ്രാവശ്യം ഈ സെറ്റ് പോയി കഴുകി വരണം. 2 സെറ്റ് ഉണ്ടെങ്കിലും ദേ സ്റ്റിൽ നീഡ് ടു ഗോ ബാക്ക് ആൻഡ് ഫോർത്ത്. നമ്മളിവിടെ ഒരു ദിവസം 3, മാക്സിമം 3, നമുക്ക് 2 സെറ്റ് ഉണ്ട്, മാക്സിമം 3 to 4, അതിൽ കൂടുതൽ ചെയ്തില്ല. അപ്പോൾ ഒരു സെറ്റ് 1 time wash. So one is your OT workflow. The next is your consumables. നമ്മളിവിടെ ഒരു സാധനം റീയൂസ് ചെയ്യത്തില്ല. എല്ലാം നമ്മൾ തുറന്ന് യൂസ് ചെയ്തിട്ട് we just burn it. It's incinerated. This adds cost. But we don't want infections. So we did a study, internal audit കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. In the last 1500 knee replacements, നമുക്ക് 2 knee replacement ആയിരുന്നു നമുക്ക് ഒരു ഇൻഫെക്ഷൻ വന്നത് within 6 weeks. അത് നമ്മൾ റിപ്പീറ്റ് സർജറി വാഷ് ചെയ്തു, patient is fine. So we don't have a problem, but we've had 2 infections. They were handled appropriately. That brings our infection rate much below the accepted rate. ഇപ്പം പേഷ്യൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ സർജറിക്ക് മുമ്പ് നമ്മൾ ഒരു വാഷ് കൊടുക്കും. പിന്നെ നമ്മൾ this is an elective surgery, so അതിനനുസരിച്ച് നമ്മൾ ഡെന്റൽ നമ്മൾ ചെക്ക് ചെയ്യും. Any caries inside the mouth we need to treat before we do the surgery. നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, നമ്മൾ ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. We make sure the patient is optimized as much as possible for surgery, planned surgery, so we don't need to rush. And then before the surgery we give them a body wash. 3 പ്രാവശ്യം നമ്മൾ body wash ചെയ്യും. Then sometimes we even start the body wash 3 days in advance. And then theatrally we have multiple scrubs. We use IO bands to try and reduce the load of bacteria on the skin. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയ ഉണ്ട്. You cannot take it off. Some of them are good bacteria, but you don't want them inside the knee. പിന്നെ തിയേറ്ററിന്റെ ടെമ്പറേച്ചർ. നമുക്കിവിടെ ഇന്ത്യയിലെ ഫസ്റ്റ് ഗൈഡഡ് എയർ ഫ്ലോ തിയേറ്റർ, ദാറ്റ് വാസ് ഐ തിങ്ക് ഇൻ 2006 or 7 അല്ലല്ല 2012 അവരത് സെറ്റപ്പ് ചെയ്തത്. ഫെനോമിനൽ തിയേറ്റർ. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഐ ഹവ് എവർ സീൻ ആൻഡ് അറ്റ് ഹ്യൂജ് കോസ്റ്റ്. സോ ദീസ് ആർ ദ ഓൺലി വേസ് ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നീ റീപ്ലേസ്മെൻറ്റ് ബില്ലെടുത്ത് വെച്ച് നോക്കി. നമ്മൾ ലേക്ഷോർ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞു പേഷ്യൻസ് പറയുന്നുണ്ട്, ബാക്കിയെടുത്ത് അത്ര എക്സ്പെൻസ്. ഞാൻ ബില്ലെടുത്ത് വെച്ച് നോക്കി, പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം പോലും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ചെയ്താൽ എനിക്കൊരു കോംപ്രമൈസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്.
ബ്ലേഡ് ഒന്നും ഞാൻ റീയൂസ് ചെയ്യത്തില്ല, എല്ലാം ബ്രാൻഡ് ന്യൂ എടുക്കുന്നത്. ബട്ട് ദർ ഇസ് എ കോസ്റ്റ് വിത്ത് ദാറ്റ്. ബട്ട് വി നീഡ് ടു ഹാവ് സ്റ്റാൻഡേർഡ്. മുട്ടുവേദന വരികയാണെങ്കിൽ ആദ്യം എല്ലാവരും ഇപ്പം സ്വയമേ ചിന്തിക്കും എനിക്ക് നീ റീപ്ലേസ്മെന്റ് സർജറി വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ആദ്യഘട്ടത്തിൽ നമുക്കൊരു മുട്ടുവേദന വന്നാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ തിങ്ക് ഫസ്റ്റ് തിങ് നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നത് ചൂട് പിടിക്കും, അല്ലെങ്കിൽ അവർ മസാജിന് പോകും, എണ്ണ തേക്കും. ഇത് ആക്ച്വലി നമ്മുടെ മുട്ടിന്റെ ഇൻഫ്ലമേഷൻ കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ ആ നീര് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ബ്ലഡ് ഫ്ലോ കുറയ്ക്കണം. ദാറ്റ്സ് ദ ഓൺലി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് തിങ് ടു ഡു ഇസ് ഐസ്. ഐസ് വെച്ചാൽ കുറേ പെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ മുട്ടിനകത്തുള്ള ആ ബ്ലഡ് ഫ്ലോ ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ നമുക്ക് കുറയ്ക്കാം. ആർത്രൈറ്റിസ് ഇസ് തേയ്മാനം നമ്മുടെ ഒരു ഏജിങ്ങിന്റെ ഒരു കാര്യമാണ്. അപ്പം നമുക്കിപ്പം കൂടുതൽ നീ റീപ്ലേസ്മെന്റ് വരുന്നത് ബിക്കോസ് ആൾക്കാർ കൂടുതൽ ടൈം ജീവിക്കുന്നുണ്ട്. എൻ്റെ ഓൾഡസ്റ്റ് നീ റീപ്ലേസ്മെന്റ് 92 ആണ്. ഡോക്ടർ ജേക്കബിന്റെ ഓൾഡസ്റ്റ് നീ റീപ്ലേസ്മെന്റ് 104 ആണ്. ഈ രണ്ട് പേഷ്യൻറ്റും ബോത്ത് ആർ 2 ഓഫ് ദ മോസ്റ്റ് ആക്റ്റീവ് പേഷ്യൻസ് വി എവർ ഹാഡ്. അതിലും ഒരു 55-year-old ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദാറ്റ് 92-year-old പേഷ്യൻറ്റ് വാസ് ഫാസ്റ്റ്. പുള്ളി തിയേറ്ററിൽ നിന്ന് നേരെ ഇറങ്ങി തന്നെ ബാത്റൂമിൽ പോയി റൈറ്റ് ആഫ്റ്റർ ദ സർജറി. അത് വേറെ ആരും ചെയ്യത്തില്ല. പക്ഷെ അത് പുള്ളിക്ക് അത്രയും ഫിസിയോളജിക്കൽ ഏജ് നമ്മൾ പറയും, നമ്മുടെ മാത്തമാറ്റിക്കൽ ഏജ് അല്ല, നമ്മുടെ ബോഡിക്ക് എത്ര ഏജ് ഉണ്ടെന്നുള്ള ഒരു ഏജ് ഉണ്ട്. എല്ലാവരുടെയും വേറെ വേറെ റേറ്റിലാണ് നമ്മൾ ഏജ് ചെയ്യുന്നത്. സോ കേരള ഈസ് ഗെറ്റിംഗ് ഓൾഡർ ബിക്കോസ് നമ്മുടെ ഹെൽത്ത് കെയർ ഇസ് ഗുഡ്. അതിനനുസരിച്ച് ഇത് ഒരു തേയ്മാനം, നമ്മുടെ ഒരു വണ്ടിയുടെ ടയർ മാറ്റുന്ന പോലെ ആർത്രൈറ്റിസ് ഇസ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ഏജിങ്. പ്രായം വലിയൊരു ഘടകമാണല്ലോ. ഇപ്പം 70s ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും റിസ്ക് അല്ലേ ഈ പറഞ്ഞ? Again, with the right full hospital, with good team, it's not just the doctor, the nurses, the anesthetists, the physicians. It's a joint effort. So you need a full team. With that, if the patient can be made fit, they can do it. ഇപ്പം ഡയബറ്റീസും ഹാർട്ട് ഇഷ്യൂസും നടക്കാത്തൊരു പേഷ്യൻറ്റിന് അത് കൂടുതൽ പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ നീ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റും. ഷുഗർ കൺട്രോൾ ഗെറ്റ്സ് ബെറ്റർ, ഹാർട്ട് സ്റ്റാർട്സ് ടു ബീറ്റ് ബെറ്റർ, ലങ്സ് സ്റ്റാർട്ട് ടു ഫിൽ മോർ. സോ ഇഫക്റ്റീവ്ലി ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. മൂവ്മെന്റ് ഇസ് ലൈഫ്. കിടപ്പായി കഴിഞ്ഞാൽ യു കനോട്ട് സസ്റ്റെയിൻ. ശരിക്കും എപ്പോഴാണ് ഒരു നീ റീപ്ലേസ്മെന്റ് സർജറിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ലെങ്കിൽ അതുപോലെ ഇത് വൈകിച്ചാൽ പ്രശ്നമാവുമോ? വൈകിച്ചാൽ definitely the surgery gets more complicated. The implants get more expensive. The recovery gets harder. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫുൾ റിക്കവറി വരാൻ കുറച്ചുകൂടെ പാടാണ്. എൻ്റെ അടുത്തൊരു ആൾ മുട്ടുവേദനയും കൊണ്ട് വന്നാൽ നീ റീപ്ലേസ്മെന്റിലേക്ക് ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പം ഈസ് ഓൺലി വെൻ ദേ സേ എൻ്റെ കാല് വളഞ്ഞിരിക്കുക, എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് രാത്രി കിടക്കുമ്പം നൈറ്റിൽ നടക്കാത്ത സമയത്ത് റെസ്റ്റിൽ എനിക്ക് പെയിൻ ഉണ്ട്. റെസ്റ്റ് നൈറ്റ് പെയിൻ ഈസ് ആർത്രറ്റിക് പെയിൻ. അത് ആർത്രറ്റിക് പെയിനാണ്. ഇറ്റ്സ് നോട്ട് എ മെക്കാനിക്കൽ പെയിൻ. റെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ ആർത്രൈറ്റിസ് ആണ്. ഐ എം തിങ്കിങ് നീ റീപ്ലേസ്മെന്റ്. ജനറലി ഇതൊരു ഇമർജൻസി സർജറി അല്ല. ഇതൊരു നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന സർജറിയാണ്. ആഫ്റ്റർ ദി ഏജ് ഓഫ് 70 ഞാൻ പറഞ്ഞ പോലെ ദിസ് ഇസ് റിസ്ക് കൂടുതലാണോ എന്ന് എന്നോട് ചോദിച്ചു. വി ഡു 1 knee at a time. രണ്ടും ഒന്നിച്ച് ചെയ്യത്തില്ല. ചെയ്യേണ്ടിയ മുട്ട വേണം ചെയ്യാൻ. ഇറ്റ്സ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എൻ ആലക്കാർഡ് പ്രൊസീജിയർ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പേഷ്യൻസ് യൂഷ്വലി നോ. രണ്ടാമത്തെ കാര്യം ഈസ് സംതിങ് കോൾഡ് ഫിക്സ്ഡ് ഫ്ലെക്ഷൻ ഡിഫോമിറ്റി. ദാറ്റ് മീൻസ് ഇൻ ലേമാൻ ഇംഗ്ലീഷ് ദാറ്റ് മീൻസ് കാല് ഫുൾ സ്ട്രെയിറ്റ് ആവുന്നില്ല. എല്ലാവരുടെയും കാല് സ്ട്രെയിറ്റോ അല്ലെങ്കിൽ കുറച്ച് പുറത്തും പോകും. ആ സ്ട്രെയിറ്റോ പുറോട്ട് പോകുന്ന എബിലിറ്റി കുറയുമ്പം അഗൈൻ ദാറ്റ് മീൻസ് ആർത്രൈറ്റിസ്. സോ FFD കൂടുമ്പം നേരെ ആവാത്തത് പ്രോബ്ലം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുമ്പം again we're thinking about arthritis. FFD കൂടുതലാണെങ്കിൽ outcomes become more difficult. That means ഞാൻ ഇനിയും ബോൺ ഞാൻ കട്ട് ചെയ്യേണ്ടി വരും കാല് നേരെ ആക്കാനായിട്ട്. So that's how I decide when you do a knee replacement. ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 40 ബിലോ ഏജിൽ വരുന്നവർക്ക് മുട്ടുവേദന ഒരുപാട് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ബിലോ 40 നമ്മൾ ആർത്രൈറ്റിസ് അല്ല തിങ്ക് ചെയ്യുന്നത്. തിങ്കിങ് മോർ സ്പോർട്സ് ഇഞ്ചുറീസ്. വെരി റെയർലി നമുക്ക് കുറച്ച് ആർത്രൈറ്റിസും ഈ റുമറ്റോയിഡ് ഇഷ്യൂസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് യൂഷ്വലി അണ്ടർ 40 ചിലപ്പം ഈ ആർത്രൈറ്റിക് പെയിനാണ്. Below 40, and it's great, Kerala is becoming more active. That means we're unfortunately more sports injuries. Sports injuries വരുന്നത് commonly is your ligament injuries, meniscus injuries, cartilage injuries. ഇതൊക്കെയാണ് മെയിൻ ഇഞ്ചുറീസ് വരുന്നത്. But something ഞാൻ അതിലും നോട്ടീസ് ചെയ്തിരിക്കുന്നത് lot of knee pain is because of muscle stiffness. Hamstrings ഭയങ്കര ടൈറ്റ്, glute medius ഭയങ്കര ടൈറ്റ്, ബാക്ക് മസിൽസ് ഭയങ്കര ടൈറ്റ്. ചില പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫിസിയോതെറാപ്പി ഒരു 5 minutes ഇരുന്ന് കാല് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് they say my pain is gone. So mobility workouts, stretching before your exercises. എല്ലാവരും കളിക്കാൻ പോകും, പക്ഷേ they don't do any fitness level, they don't go to the gym, they don't stretch. ഇതൊന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് they actually feel better. So a lot of knee pain is just because the muscles are getting tighter, they don't have endurance anymore and they're still trying to play.
Beyond that, the sports injuries commonly that we get are mechanical injuries. They will not have night pain. അവരുടെ വേദന അവർ നടക്കുമ്പം നിൽക്കുമ്പം സ്റ്റെപ്പ് കയറുമ്പം ഇറങ്ങുമ്പം അപ്പോഴും അവർക്ക് വേദന വരുന്നത്. ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം നമ്മൾ പറഞ്ഞ നൈറ്റ് ആർത്രറ്റിക് പെയിൻ, മെക്കാനിക്കൽ പെയിൻ. സോ ദീസ് ആർ സ്പോർട്സ് ഇഞ്ചുറീസ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ മസിൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇപ്പം ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. കൂടുതൽ ഇരിക്കുമ്പം കൂടുതൽ നിൽക്കുമ്പം രണ്ടും. ഓക്കെ, അപ്പം എത്ര ഇരിക്കുന്ന ഇപ്പം എത്ര നേരം ഇരിക്കാം? അങ്ങനെ എനിക്ക് പറയാനില്ല. ബട്ട് ഡെയിലി 2 times a day you need to stretch. I am also suffering. എനിക്കും മുട്ടുവേദന വരാറുണ്ട്. ബട്ട് ഐ വർക്ക് ഓൺ മൈ സ്ട്രെച്ചിങ്. ടോൾ പീപ്പിളിന് ഹാംസ്ട്രിങ്സ് എപ്പോഴും ടൈറ്റാണ്. സ്പാസം ടൈറ്റ്നസ് വരാൻ തുടങ്ങും. ചിലർ ക്ലിക്കിംഗ് സൗണ്ട്സ് ഒക്കെ വരാൻ പറ്റും. യൂഷ്വലി ഇറ്റ് ഈസ് ജസ്റ്റ് മസിൽസ് ബീങ് ഫാർ ടു ടൈറ്റ്. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ യു സ്റ്റാർട്ട് ഡൂയിങ് എ സ്ട്രെച്ചിങ് റുട്ടീൻ. കിടക്കുന്ന മുമ്പ് യു ഡു എ സ്ട്രെച്ചിങ് റുട്ടീൻ. യു ഗോ ടു ദ ജിം. ചിലർക്ക് ഭയങ്കര ടൈറ്റ്, ദേ നീഡ് ഹെൽപ്പ്, തന്നെ ചെയ്യാൻ പറ്റത്തില്ല. But genuinely, I believe mobility and stretching is something we're not doing in Kerala. Ellaru oru physiotherapy center poi, they are doing that for you. Something that you need to do every single day on your own. It's like a habit. ഇപ്പോൾ വാമ പോലെ ഇപ്പം എന്തൊക്കെ എക്സസൈസ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും? നടത്തം പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ? The most simple thing is നമ്മൾ നേരെ നിന്ന് മുട്ട് മടക്കാതെ നമുക്ക് തറ തൊടാൻ പറ്റുമോ? ഒരു 10 ആൾക്കാർക്ക് most of them cannot do it. എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. So ഈ hamstring muscle stretch ചെയ്യുന്നതാണ് most difficult thing. The simplest thing to do അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ is one is do that exercise. മുട്ട് മടക്കാതെ സ്റ്റാൻഡ് ഫോർവേഡ്. നമ്മുടെ കൈ നമ്മുടെ ടോസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലോട്ട് തൊടാൻ നോക്കുക. സ്ലോലി ആ ഹാംസ്ട്രിങ് ലെങ്തൻ കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. ദി അതർ ഓപ്ഷൻ ഇസ് an L sit. That means നമ്മൾ തറയിലിരുന്നിട്ട് നമ്മുടെ കാല് ഭിത്തിയിലോട്ട് വെക്കും. എന്നിട്ട് യു കീപ് ബ്രിങ്ങിങ് യുവർ സെൽഫ് ക്ലോസർ ടു ദ വാൾ. അപ്പോൾ നമ്മുടെ കാല് വാളിൻ്റെ ഭിത്തിയിൽ, നമ്മുടെ ബാക്ക് ഫുൾ ഫ്ലോറിൽ ഒരു എല്ല് പോലെ വേണം നമ്മുടെ ബോഡി. അങ്ങനെ ഒരു 5 to 10 minutes ഇരിക്കുക. സ്ലോലി നമുക്ക് ക്ലോസർ ടു ദ വാൾ വരുമ്പോഴത്തേക്ക്, ആ പെർഫെക്റ്റ് എല്ല് വരുമ്പോഴത്തേക്ക് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ആവുക. There's lots of videos on YouTube which help with hip mobility and stretching out your hamstrings. One that I really like is a guy called knees over toes. If anyone wants to look. അമിതവണ്ണം അതിനൊരു മുട്ടുവേദനയ്ക്ക് ഒരു ഘടകമാകാറുണ്ടോ? നമ്മുടെ ലോഡ് കൂടുമ്പം ഫോഴ്സസ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബോഡി വെയ്റ്റിൽ 1 കിലോ, നമ്മുടെ മുട്ടിൽ 5 കിലോ ജസ്റ്റ് ഓൺ സ്റ്റാൻഡിങ്. സ്റ്റെപ്പ് കയറുമ്പം ഓടുമ്പം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ദ ലോഡ്. അപ്പം നമ്മുടെ ബോഡിക്ക് ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ലോഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ലോഡ് കൂടുമ്പം ഇഞ്ചുറീസ് കൂടും. ഒബീസിറ്റി വരുമ്പോഴത്തേക്ക് ഈ മുട്ട് തേഞ്ഞ് കഴിഞ്ഞ് ദെൻ യു ടെൽ ദം ടു ലൂസ് വെയ്റ്റ്. അവരെങ്ങനെ ചെയ്യും? ദേ കാൺട്ട്. So ഈ patients, it's very important to find a way in the nutrition. Psychologically you have to talk to them. Okay, it's not that they don't want to lose weight, they want to lose weight. You have to sit and talk to them. അവരുടെ ഡയറ്റ് എങ്ങനെയാ? ചില ആൾക്കാർക്ക് അങ്ങ് മനസ്സിലായിട്ടില്ല അവരെന്തോ റോങ് ആയിട്ട് കഴിക്കുന്നത്. എല്ലാവരും ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓട്സ് നോട്ട് ഗുഡ്. ചുമ്മാ ഇങ്ങനെ ഓട്സ് കഴിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഹൈ കാർബ്. It's not ideal. നമ്മുടെ കേരള ഡയറ്റ് ഭയങ്കര പ്രോട്ടീൻ ആണെന്നാണ്. ഓട്സിനകത്ത് പ്രോട്ടീൻ, ഇറ്റ്സ് കാർബ്. നമുക്ക് പ്രോട്ടീൻ ആവശ്യം. നമ്മുടെ കേരള ഡയറ്റിൽ പ്രോട്ടീൻ ഇസ് വെരി വെരി ലോ. We need more protein in the diet here. And so ഈ ഒബീസ് പേഷ്യന്റ് നമ്മുടെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ മുട്ടിന്റെ വേദന നമ്മൾ എങ്ങനെയും മാറ്റി കൊടുക്കണം, so that they can reduce weight. So sometimes it's a sports keyhole surgery, sometimes it's a brace, sometimes it's physiotherapy, sometimes it's a knee replacement. Okay, but a knee replacement only lasts about 25 years. The best knee replacement, and I'm not talking about mine, I'm not talking about somebody down the road, I'm talking about in thousands, big data, thousands world over. When we look at the data, 20 to 25 years is an amazing number for a knee replacement. And I'm happy to say നമ്മുടെ കേരളത്തിൽ most of the surgeons do a fantastic job. A lot of the doctors I know here do good job. We're far better than a lot of places. So we should be very happy that we've got excellent orthopedic surgeons here doing that. But that means younger age we should try and not do it. We should try and save it for later ages, beyond 55, 60. ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എന്താണ്? ഇപ്പോൾ ഒരു ഡയറ്റ് ആണെങ്കിലും. After knee replacement or before? No, before. Okay, so protein. Okay. നമ്മൾ ആരും എത്ര ചെയ്താലും നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ എത്തത്തില്ല. Alright, so we need to increase our protein. Almost all 3 meals നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ വേണം. എല്ലാവരും മുട്ട കഴിക്കില്ലെന്ന് പറയുന്നത്. മുട്ട is a great source, a complete source of protein. നല്ല കാര്യമാണ് മുട്ട കഴിക്കുന്നത്. Then you need to have enough fiber in your diet. ഇത്രയും കാർബിന്റെ ആവശ്യമില്ല. Carb ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. You need to have about 10 to 20% carb. You don't want too much carb. But carb's not bad. Brain needs carb. Brain needs glucose. Brain cannot think without carb. Then you need healthy fats. നമുക്ക് കുറേ unhealthy fats ആണ് നമുക്ക് വരുന്നത്. There are lots of healthy fats.
that we need to eat. Saturated fat, അല്ലെങ്കിൽ processed fats that we get inside the tinned and processed chips and all that, we don't want to be eating. All the saturated oils, അതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. Then we need some activity. Okay. Mobility വേണം. So it's not just diet, we need to be burning as well. That means every day, we say 3 times a week, but every day you should do something, because not only does it burn some calories, it also increases happy hormones, endorphins inside your body. It's good for your psychology. It's very, very good to help you sleep. That's the third thing. ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും 12 മണി കഴിഞ്ഞ് ഫോണിൽ ഇരുന്നോണ്ടിരിക്കുക. Wake up early. You should be sleeping on time. എല്ലാവർക്കും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ആവശ്യമുണ്ട്. ഓവർ ടൈം ആ സ്ലീപ്പ് കുറയുമ്പം നമ്മുടെ ബോഡി പതുക്കെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, നോട്ട് ജസ്റ്റ് ന്യൂട്രീഷൻ, സ്ലീപ്പ് ഡെഫിസിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് മോർ പ്രോബ്ലംസ്. ബാക്ക് ടു ടെക്നോളജി. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കുറേ വേസ് ഉണ്ട് ടു ട്രാക്ക് സ്ലീപ്പ്, to track activity. If you're on the technology run, and we're talking about robotics and technology, activity tracking and sleep data is amazing. My life changed when I started looking at how much I sleep. Super important. So I urge people, it's data. Data doesn't lie to you. It's not a feeling. It's not advice. It's data. നമുക്ക് ആ number of hours, deficit എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. Then we know what we have to change.